ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൈദരാബാദി ചിക്കൻ മസാല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണോ ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 900 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സവോള നന്നായി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈര് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് കൈകൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലോട്ടൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഒരു 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് സവോള, 3 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 6-7 കാഷ്യൂനട്ട്. ഇത്രയും നന്നായി പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ നമുക്കിതൊന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിലോട്ട് ഞാനൊരു 2 പച്ചമുളകും കൂടി നടുക്കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കാതെ മൂടി വെച്ച് നമുക്കൊന്ന് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇത്രയും ചേർത്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് നന്നായി ഒന്നും കൂടെ വേവിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം അത്. ഇനി അതിലോട്ട് ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ മസാല റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഹൈദരാബാദി ചിക്കൻ മസാലയുടെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയിട്ട് കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.